പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ ജീജ പുരസ്കാര സമർപ്പണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും ജില്ലാ ആശുപത്രിയുടെയും ആരോഗ്യമേഖലയിൽ സേവനം ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരും ആശാപ്രവർത്തകരും ചേർന്ന് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടി കാഞ്ഞങ്ങാട് നഗരസഭയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർക്ക് ആദരവ് നൽകി. പാലിയേറ്റീവ് പ്രവർത്തനം, ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ മേഖലകളിലെ മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. AC കണ്ണൻ നായർ സ്മാരക ഹാളിൽ നടന്ന പാലിയേറ്റീവ് അവലോകന യോഗത്തിലാണ് ആദരവ് നൽകിയത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ ജീജ പുരസ്കാര സമർപ്പണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K ലത, K പ്രഭാവതി, കൗൺസിലർമാരായ T ശോഭ, KK ബാബു, M സൗദാമിനി, ജില്ലാ ആശുപത്രി മെഡിക്കൽ ഓഫീസർ M മുരളീധരൻ, പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയുടെ അധ്യക്ഷതയിൽ പാലിയേറ്റീവ് അവലോകന യോഗവും നടന്നു. ഇത്രയും വലുപ്പമുള്ള ഒരു നഗരസഭ വളരെ കുറച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു നഗരസഭകളൊക്കെ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ വെറും 25,000-ഓ 30,000-ഓ ഒക്കെ ജനസംഖ്യയുള്ള, ഇതിന്റെ പകുതി മാത്രം വാർഡുകളുള്ള നഗരസഭകൾ പോലും ഇത്രയും മികച്ച രൂപത്തിൽ അതിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളോ മറ്റു ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങളോ നിർവഹിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും പലതും വലിയ പ്രശ്നങ്ങളായി മാറുന്ന അവസ്ഥ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ അതിനെ വലിയ പ്രചരണം കൊടുത്തില്ലെങ്കിൽ പോലും ഏറ്റവും മികച്ച രൂപത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനമാണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് വരുന്നത്. ഓരോ സമയത്തും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രോഗികൾ അവരെ വീടുകളിൽ ചെന്ന് കാണാൻ, അവരുടെ ഹോം കെയർ ഇല്ലെങ്കിലും അവരോടൊപ്പം നിന്നുകൊണ്ട്, ഹോം കെയർ ആവശ്യമില്ലാത്ത രോഗികളായാൽ പോലും അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒക്കെ തയ്യാറാകുന്ന ആശമാരുടെ ഒരു കൂട്ടമുണ്ട്. അതുപോലെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. സേവന പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാർ, നഗരസഭാ ജില്ലാ ആശുപത്രി ജീവനക്കാർ, 43 വാർഡുകളിലെയും ആശാപ്രവർത്തകർ, സേവന സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.